ഇല്ല. ഇടഹാറില്ല കാരണം വേണം. ഒരിക്കലും ഒരാളുടെ വീട്ടിലും പ്രൊഡക്റ്റുകൾ ഇരിക്കുന്നില്ല. ആ കമ്പനിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒറ്റ വർഷം കൊണ്ട് 1 കോടി നേടാവുന്ന ഈ കമ്പനിയിൽ ഞാൻ പറയുന്നു, ഇതുവരെ ടീമില്ലെങ്കിൽ ഇന്ന് തുടങ്ങണം. ചാരത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക്. പ്രശ്നമില്ലാത്തവരാണ് ഇവിടെ ഒരുപാട് വ്യക്തികൾ. ഇങ്ങനെ ബസ് കിട്ടാവോ, ഇങ്ങനെ മറ്റേ വിമാനം കിട്ടാവോ, ട്രെയിൻ കിട്ടാവോ? എന്നെ പൊന്നു സുഹൃത്തെ, ഒരു ദിവസം ചോദിക്കുന്നേ, ഈ ദിവസത്തിന് വേണ്ടി ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നേ. പ്രശ്നമില്ലാത്തവരാരാ? ഒരു പ്രശ്നമില്ലാത്ത സമയത്തോ ആരെങ്കിലും പറയാം ഒരു പ്രശ്നമില്ല, പരാതിയില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, സിമിത്തേരിയിൽ. അവിടെ ആരും പ്രശ്നമില്ല, ആരും പരാതി കേൾക്കുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പേടിക്കുന്ന പരുന്ത് പഠിപ്പിക്കുന്ന പാഠമുണ്ട്. പരുന്ത് പഠിപ്പിക്കുന്ന പാഠം കഴിഞ്ഞിട്ടില്ല. കാരണം എന്റെ സമയം വരാൻ പോകുന്നു. എന്റെ സമയം വരാൻ പോകുന്നു. 10 വർഷം ഒരു ട്രെയിനിങ് പീരീഡാണെങ്കിൽ ഇനി ഏറ്റവും ഹൈ ലെവലിലേക്ക് ഈ കമ്പനി പോകാനുള്ള ഒരു വിമാനം ആദ്യമായി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന സമയത്ത് പ്രീ ടേക്ക് ഓഫ് സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജ് പ്രീ ടേക്ക് ഓഫ്. വിമാനം ഗ്രാമത്തിൽ ചുറ്റുന്ന സമയം. അടുത്ത സ്റ്റേജിന്റെ ടേക്ക് ഓഫ് സ്റ്റേജ്, വിമാനം സ്പീഡിൽ കയറുന്ന സമയമുണ്ട്. വിമാനം ഉയരത്തിലേക്ക് പോകാൻ സ്പീഡിൽ കയറുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് ടേക്ക് ഓഫ് സ്റ്റേജ്. അടുത്ത സ്റ്റേജാണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി. ഏറ്റവും കൂടുതൽ ഇന്ധനം കയറുന്ന ഒരു സമയം. അതാണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. കേരള കമ്പനിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, പ്രീ ടേക്ക് ഓഫ് കഴിഞ്ഞു, ടേക്ക് ഓഫ് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഉയരങ്ങളിലേക്ക് പറക്കുന്ന സമയമാണ്. ആ കമ്പനിയുടെ ലീഡേഴ്സാണ് നാട്ടുകാരുടെ നമ്മളാണ് സീനിയേഴ്സ് അല്ല, കമ്പനിയല്ല. ഭൂമിന് വേണ്ടത് മാത്രമല്ല, ഭൂമിന് വേണ്ടത് നറുതാനല്ല, ഭൂമിന് വേണ്ടത് നറുമണമല്ല, ഭൂമിന് വേണ്ടത് പൂമ്പൊടി മാത്രം. ടീം ഉണ്ടാകണം. അണികളുള്ളവരെ നേതാവുള്ളൂ, അണികളില്ലാത്ത നേതാവില്ല. അണികളുണ്ടാകുന്നത് പഠിക്കണം. ഇടിയെ നാമം കൊണ്ട് തിരിച്ചറിയാം, മനുഷ്യനെ സംസാരം കൊണ്ടാണ് തിരിച്ചറിയും. അതുകൊണ്ട് ഈ മാസം ഇതുവരെ പോയ ദിവസം പോട്ടെ, നാളെ മുതൽ ഫീൽഡിൽ സാധിച്ചാൽ ഏറ്റവും നല്ല ടീം ഉണ്ടാക്കാൻ, ഏറ്റവും നല്ല സ്റ്റാർ ആവാൻ, 4 സ്റ്റാർ ആവാൻ, 5 സ്റ്റാർ ആവാൻ, അംബാസിഡർമാരായി അടുത്ത 1 വർഷം കഴിയുമ്പോൾ 1 കോടി നേടുന്ന വ്യക്തികളായിട്ട് മാറണം. എന്താണ്? ട്രെയിനിങ് ക്ലാസ്സിൽ വിജയിക്കണം. ട്രെയിനിങ് ആണ് ഇവിടെ പോവാൻ. ഇന്നിപ്പോ നമ്മൾ വീട്ടിൽ അറിയോ, നായുള്ളപ്പോ കല്ലില്ല, നായരുടെ കല്ലില്ല, കല്ലുള്ളപ്പോ നായില്ല. ഇത് രണ്ടുള്ളപ്പോ ഞാനില്ല. ഇതാണ് അവസ്ഥ. എനിക്ക് തമിഴ് അറിയത്തല്ല, ഞാൻ തമിഴ്നാട്ടിൽ പോയത്. ഞാൻ തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എംപിക്ക് ഡേവിഡ് സാറ് ഒരു മികവുറ്റ പാരാട്ടുകൾ അത് കഴിഞ്ഞ സമയത്താണ് ഞാൻ ബൈക്കിൽ 2 പേര് വന്ന് ചോദിച്ചു, സർ കേരള ഡോക്ടർ യാര്? ഞാനല്ല, അവിടെ സഭാഷി സാർ എനിക്ക് അന്താണ് കേരള ഡോക്ടർ. സഭാഷി സാറിന് സ്കാനിംഗ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു, എന്നിട്ട് കൈ കൊടുക്കുന്നു, സാർ ഷുഗർ കുറഞ്ഞു, സാർ കിഡ്നി പേഷ്യൻസിന്റെ ക്രിയാറ്റിൻ സാർ കുറഞ്ഞു, സാർ ഡയാലിസിസ് പേഷ്യന്റ് ഡോക്ടർ പറഞ്ഞു, ഇനി ഡയാലിസിസ് പോയിട്ട് പറഞ്ഞു. അദ്ദേഹം ഡോക്ടറല്ലേ, കേരളത്തിലെ പരിശീലിക്കുക ചങ്കൂറ്റുള്ള ജ്വലിക്കുന്ന കുതിരകളാണ്. കുതിരകളായിട്ട് മാറണം. മാളിക മുറിയിലേക്കല്ല, ഗണിതനാവില്ല. ഫീൽഡിൽ ഇറങ്ങാതെ നിങ്ങൾക്ക് ടീം വരില്ല.
നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങണം. ആ ഫീൽഡ് ഇറങ്ങിക്കൊണ്ട് ഏറ്റവും മനോഹരമായ ഈ പ്രൊഡക്റ്റുകള് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. നന്മ പറഞ്ഞ ഉന്നതമായ ജോലിയാണ് ചെയ്യുന്നത്. ഭഗവാൻ എടുക്കാൻ തീരുമാനിച്ചാൽ വയർ പിളർന്നു. ഭഗവാൻ തരാൻ തീരുമാനിച്ചാൽ മേൽക്കൂര പിളർന്നു വരും. മേൽക്കൂര പിളർന്ന് പൈസ വീഴുന്ന മാസങ്ങളാണ് ശരിയുടെ വീട് മാത്രം വരാറുണ്ട്. ആ നിങ്ങളെ തോച്ചു കൊടുക്കരുത്. നിങ്ങൾ തോറ്റു കൊടുക്കരുത്. നിങ്ങൾ മുട്ടുപറക്കരുത്. ദൈവം കൂടിയുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ അംബാസിഡർ തിരിക്കണം. കല്യാണം മാറ്റിവെക്കുക, കാർ മേടിക്കൽ മാറ്റിവെക്കുക, വീട് പണി മാറ്റിവെക്കുക, ക്യാൻസർ മാറ്റിവെക്കാൻ പറ്റൂ, ഹാർട്ട് അറ്റാക്ക് മാറ്റിവെക്കാൻ പറ്റൂ, കുറഞ്ഞ വീട് മരണം മാറ്റിവെക്കാൻ പറ്റൂ. ഒന്ന് ചിന്തിക്കാം. ഇന്നത്തെ കാലഘട്ടത്തില് ഈ അന്തരീക്ഷം കുറച്ച് ചൂടായ സമയത്ത് കുറഞ്ഞ വീട് മരിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരെ സഹായിക്കാൻ പറ്റിയ ദുഃഖമില്ലേ? അവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, കൊടുക്കാൻ സാധിച്ചെങ്കിൽ, ആയുഷ്കാര്യം കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവരോട് ജീവിച്ചിരുന്നത്. നന്മകളുടെ കുട്ടികളെ ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് സാധിക്കണം. അംഗത്തട്ടിൽ അംഗച്ചേകവരെ കച്ച മുറുക്കി ഇറങ്ങിയിട്ട് ബീഡി വെച്ചിട്ട് ആ വേണ്ട അംഗത്തട്ടിൽ അംഗച്ചേകവരെ അംഗത്തിൽ അംഗം മുറുക്കിയിട്ട് പറയാൻ ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരാം. ചെയ്യരുത്. എങ്ങനെ പ്രവർത്തിക്കണം? ഒളിമ്പിക്സ് താരങ്ങൾ ഗ്രൗണ്ടിൽ ഇന്ത്യൻ ദേശീയ പതാക പിടിച്ചുകൊണ്ട് എടുക്കുന്ന പ്രതിജ്ഞയുണ്ട്. ആദ്യ പിതാക്കൾ രക്തം ചിന്തി കൊലത്തി വെച്ച ഭീമശിഖ തലമുറ കൈമാറി കിടാത്തരെ രക്ഷിച്ചു. ആദ്യമായി പയ്യോടിക്കലത്തിലും മുള്ളിലും ഓടി നടന്ന പി.ടി. ഉഷ എങ്ങനെ സ്പ്രിന്റ് നാടിയാണ് ആരോ പള്ളിയെ കപ്പിയാണ് യേശുദാസ് എങ്ങനെ പ്രാക്ടീസ്